തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്ന് പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 65-ലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എപ്പോഴാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ഇതാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആനയായിരുന്ന പുതിർക്കാവിൽ സാവിത്രിക്ക് ഇത്തരത്തിൽ ആനയൂട്ട് കൂട്ടിക്കൊണ്ടാണ് ആനയൂട്ട് തുടങ്ങുന്നത്. ഇത്തവണത്തെ ആനയൂട്ടിന് 68ഓളം ദിനങ്ങളുമായും 7 തിരിയാനകളും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് രാവിലെ മുതൽ തന്നെ വലിയ ആവശ്യത്തോടുണ്ട്. രാവിലെ മുതൽ തന്നെ ആനകൾ വന്ന് വരിവരിയായി നിൽക്കുന്നുണ്ട്. ആദ്യം ഇപ്പോൾ നമ്മൾ എതിർക്കോട്ടിൽ സാവിത്രി എന്ന ആനയ്ക്കാണ് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അതിനുശേഷം മറ്റ് ആനകൾക്ക് കൊടുത്തു. ഗജപൂജയുണ്ടായിരുന്നു. 4 കൊല്ലത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജയാണ്. കോവിഡ് സമയത്ത് മുടങ്ങിയ ഗജപൂജയാണ്. അതായത് സത്യത്തിൽ 8 കൊല്ലത്തിന് ശേഷം ഗജപൂജ നടക്കുന്നു. അതിനുശേഷം ഗണപതി ഹോമം, ആനയൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 കൂടിയിട്ട് ആനയൂട്ട് പൂർത്തിയാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇതിലെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കുള്ള ഊട്ടുകൂടി ഉണ്ടാകും. ഇതൊരു വലിയ ആവശ്യമാണ്. നമുക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ച് ആന അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ആന എന്ന വികാരം എത്രത്തോളം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് രാവിലെ 8 മണി മുതൽ തന്നെ വലിയ ആളുകൾക്ക് ഇവിടെ ഈ പറയുന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു. പുറത്ത് വലിയ വാഹനങ്ങളുടെ നിര തന്നെ കാണുന്നുണ്ട്. നിരവധി പേർ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ ആവശ്യം തന്നെയാണുള്ളത്. ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയണം. തൃശ്ശൂരിൽ ആനയൂട്ട് നടക്കുകയാണ്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.